ഇനിയിപ്പോൾ തൃക്കാക്കരയിലേക്ക് പോകാം. അശ്വതിയുണ്ട് അവിടെ. തൃക്കാക്കര ഏറെ വിശേഷമാണ്. ഓണവുമായി ബന്ധപ്പെട്ട തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമുണ്ട്. അശ്വതിയിലേക്ക് നമുക്ക് പോകാം. അശ്വതി, ഓണത്തോടനുബന്ധിച്ച് തൃക്കാക്കരയപ്പനെ നമുക്ക് ഓർക്കാതെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ സ്മരിക്കാതെ ആ ചടങ്ങുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വലിയൊരു തിരക്ക് തന്നെ, ക്യൂ തന്നെ അശ്വതിയുടെ ബാക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ രാവിലെയുള്ള ചടങ്ങുകൾ? സ്വപ്ന, തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഇടകലർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഓണം തുടങ്ങുന്നത്, ഇവിടെയാണ് ഓണം അവസാനിക്കുന്നത്. ഈ ഓണം കൂടാനും ഈ ക്ഷേത്ര ദർശനത്തിനുമായി രാവിലെ മുതൽ വലിയ ക്യൂ ആണ്. ആ ക്യൂ ആണ് നമുക്ക് പിന്നിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ 2 തവണ വലം വയ്ക്കുന്ന അത്രയും ക്യൂ ആണ് ഇവിടെ ഉള്ളത്. നിരവധി ആളുകൾ ഈ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുവോണ നാളിൽ ഇവിടേക്ക് ശ്രീ മൂർത്തിയെ കാണാനായിട്ട് ഇവിടേക്ക് എത്തുന്നു. മാത്രമല്ല ഇവിടെ മഹാബലി പ്രതിഷ്ഠ കൂടിയുണ്ട്. മാത്രമല്ല ഇത് ശിവചൈതന്യമുള്ള ക്ഷേത്രമാണെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ളത്, ഇത് മഹാവിഷ്ണു ചൈതന്യമുള്ള ക്ഷേത്രമാണെങ്കിൽ തൊട്ടടുത്ത ശിവചൈതന്യമുണ്ട്. മഹാബലി ശിവഭക്തനാണ് എന്നാണ് ഐതിഹ്യം. അങ്ങനെ ശിവവൈഷ്ണവ ചൈതന്യങ്ങൾ ഒരുമിച്ച് കുടികൊള്ളുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഇടം എന്ന് പറയുന്നത്, ഈ അമ്പല സമുച്ചയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതകളുണ്ട്. ഇവിടെ ആണ് മഹാബലിക്ക് ശ്രീ വാമനമൂർത്തി തൻ്റെ രൂപം കാട്ടിക്കൊടുത്തത് ഇവിടെയാണ് എന്നുള്ള ചില ഐതിഹ്യങ്ങൾ ഒക്കെ തന്നെ ഇതിനോടൊപ്പമുണ്ട്. ഇവിടെ ക്ഷേത്രം ഭാരവാഹികൾ കൂടി ഇവിടെ എത്തുന്നുണ്ട്. എന്താണ് നമുക്ക് ചോദിക്കാം, ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ വാമനമൂർത്തി മഹാബലിയുടെ ആസ്ഥാനത്തോട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് നടക്കിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ ഈ മഹാബലി എതിരേൽപ്പെന്ന് പറയുന്നത്. അതിനുശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസാദൂട്ട് ആരംഭിക്കും. അതായത് തിരുവോണത്തിന് ഏറ്റവും എത്ര ആൾക്കാർ വന്നാൽ പോലും അവർക്ക് മൃഷ്ടാന ഭോജനം കൊടുക്കണം എന്നാണ് ഭഗവാന്റെ ഒരു ഇത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ 10:30 സദ്യ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു 5:15 വരെ നടന്നിരുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ഈ ഉത്രാട സദ്യക്ക് ഇന്നലെ തന്നെ 40,000 ആൾക്കാർ ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട്. അതും ഇന്നലെ ഇതുപോലെ തന്നെ 10:30 ആരംഭിച്ചിട്ട് ഒരു 3 മണി വരെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നവർക്ക് ഏതാണ് ഭഗവാന്റെ സങ്കല്പിച്ച് ഇവിടെ വന്നാല് ഒരാളും ഭക്ഷണം കഴിക്കാണ്ട് പോവുകയായിരുന്നു. ആ രീതിയിലാണ്. ഇന്നത്തെ ശ്രീബലി ഇന്നിപ്പോ നമ്മളിപ്പോ ഭഗവാന്റെ ഇത് കഴിഞ്ഞ് അകത്ത് പള്ളി വേട്ട കഴിഞ്ഞ് പള്ളിയോർക്കം കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞു. ഇനി നമ്മൾ വൈകിട്ട് ഭഗവാന്റെ കൊടിയിറങ്ങിയ ശേഷം ആറാട്ടിന് ശേഷമാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയുള്ളൂ. ആ ആറാട്ട് മഹോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ആനപ്പുറത്താണ് വരണത്. സ്പെഷ്യൽ മേളങ്ങളുണ്ട്. ആ ആറാട്ട് വന്നു കഴിഞ്ഞ ശേഷമാണ് അകത്ത് പൂജ നടക്കുന്നത്. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് രാവിലെ മുതൽ. ഇന്നലെ പല കേരളത്തിലെ ആൾക്കാർ മാത്രമല്ല ഇപ്പൊ പറഞ്ഞത്, ഇന്ത്യയിലെ പല ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാർ വന്നു. ഇന്നലെ അവരൊരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ അവർ വെച്ചായിരുന്നു മലേഷ്യയിൽ നിന്ന് വന്നവർ. ഒരു ത്രിവിക്രമ രൂപമാണ് ഇവിടെ. അത് ഭഗവാൻ, അതായത് ത്രിവിക്രമ വിശ്വരൂപമാണ്. ഇപ്പൊ രാവിലെ ചാർത്ത് വിശ്വരൂപമാണ്. അതായത് മഹാബലിക്ക് അവസാനത്തെ അദ്ദേഹം കൊച്ചുകുട്ടിയായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് തപസ് ചെയ്യാൻ വേണ്ടി 3 അടി മണ്ണ് തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് മഹാബലി പൊട്ടിച്ചിരിച്ചു. കാരണം അയാൾക്ക് അഹങ്കാരമുണ്ട്, ഭയങ്കര ഇതാണ്, ഭക്തനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അഹങ്കാരം ഉണ്ടായത് പെട്ടെന്ന് കയറി. ഈ ചെറിയ ബാലിന് 3 അടി മണ്ണാവും, ഞാൻ ഭാരത ചക്രവർത്തിയാ, എന്താ ഞാൻ അനുവദിക്കാന്ന് പറഞ്ഞു. 2 അടി കൊണ്ട് കംപ്ലീറ്റ് ഭൂലോകം മൊത്തം അളന്നു. അവസാനം ചോദിച്ചു, 3ാമത്തെ പാദം ഞാൻ എവിടെ വയ്ക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് മഹാബലി സത്യസന്ധനായിട്ടുള്ള ആൾ പറഞ്ഞു, വേറെ സ്ഥലമില്ല, എൻ്റെ ശിരസിൽ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ മഹാബലിയുടെ പാദം ശിരസിൽ വെച്ചിട്ട് ഭഗവാൻ ആ സമയത്താണ് വിശ്വരൂപം കാണിക്കുന്നത്. ആ വിശ്വരൂപമാണ് ഇവിടുത്തെ ഇത് പ്രതിഷ്ഠ. പിന്നെ അതുപോലെ തന്നെ മഹാബലി എല്ലാവരും വിചാരിക്കുന്നത് പാതാളത്തിലേക്കൊന്നല്ല ചവിട്ടിയത്, ഭഗവാൻ സുതലത്തിലേക്കാണ് കൊടുത്തേക്കണേ. ഈ മുകളിലാണ് സുതലത്തിലാണ് കൊടുത്തേക്കണേ. അപ്പോൾ മഹാബലിയുടെ ഒരു ആവശ്യം ഭഗവാനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രജകളെ കാണാൻ അവസരം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രാവണ നാളിലെ തിരുവോണ ആ ദിവസം വരാം എന്ന് പറഞ്ഞു. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്.